മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യാങ്കളിയിൽ പോലീസ് കേസെടുത്തു. ചെമ്പഴന്തി ഉദയനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. കോൺഗ്രസ് കൗൺസിലർ ഷേർലിയുടെ പരാതിയിലാണ് കേസ്. ഹേ പ്രബുദ്ധരെ, മറ്റൊരു വാർത്ത, ഇതിന് വിപരീതമായിട്ടൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? മറ്റൊരു വാർത്തയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കോർപ്പറേഷൻ കയ്യാങ്കളി കാര്യമായി പോലീസ് ഇടപെട്ടു. ചെമ്പഴന്തി ഉദയൻ ഒന്നാം പ്രതി. BJP എന്തോ ചെയ്തു എന്നുള്ളൊരു പ്രതീതി ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, ശബരിനാഥനല്ലേ ചെമ്പഴന്തി ഉദയന്റെ കൈ പിടിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. അതും ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് തന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ചെമ്പഴന്തി ഉദയന്റെ കൈ രണ്ടും പിടിച്ചിട്ടുള്ളത് ശബരിനാഥാണ്. ചെമ്പഴന്തി ഉദയന്റെ ഷർട്ടാണ് കീറിയിട്ടുള്ളത്, അല്ലാതെ ശബരിനാഥിന്റെ ഷർട്ടല്ല കീറിയിട്ടുള്ളത്. ഇതല്ലേ തിണ്ണമിടക്ക്? കോൺഗ്രസ് കേരളം ഭരിക്കുന്നു, ഒരു നീതിയും നോക്കാതെ ചെമ്പഴന്തി ഉദയനെതിരെ കേസെടുത്തിരിക്കുന്നു. എത്ര നാണംകെട്ട പോലീസാണ് ഇപ്പോ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ പോലീസ് എന്ന് പറയിപ്പിച്ചില്ലേ ഈ ഒരൊറ്റ വിഷയം കൊണ്ട്? ശബരിനാഥ് രാഷ്ട്രീയ കോമാളിത്തരമല്ലേ കഴിഞ്ഞ ദിവസം നഗരസഭ ആ കൗൺസിൽ മീറ്റിംഗിൽ കാണിച്ചിട്ടുള്ളത്? നെറികേടല്ലേ ഈ പറയുന്ന ശബരിനാഥൻ വിളിച്ചു പറഞ്ഞത് ഉൾപ്പെടെ BJP കൗൺസിലർമാരുടെ വീട്ടുകാരെ ഉൾപ്പെടെ വിളിച്ചിട്ടില്ലേ? ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയണം. പിന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും മുഖ്യമന്ത്രി VD സതീശന്റെ ഒക്കെ ശക്തമായ പിന്തുണയോടുകൂടി തന്നെയാ ശബരിനാഥ് ഈ തിണ്ണമിടക്കിന് രംഗത്തെത്തിയിട്ടുള്ളത്. വെറും 20 കൗൺസിലർമാർ മാത്രമുള്ള ശബരിനാഥും കൂട്ടരും എങ്ങനെയാണ് അവിശ്വാസ പ്രമേയം നഗരസഭയിൽ കൊണ്ടുവരാൻ സാധിക്കുക? അത് നിയമവിരുദ്ധമാണ്. എന്നിട്ട് പോലും മാധ്യമങ്ങൾ ആ നിയമവിരുദ്ധതക്കൊപ്പം ആഘോഷിച്ചൊപ്പം നിന്നു, പോലീസ് ഒപ്പം നിന്നു. ഇതൊക്കെ കണ്ടാൽ BJP അങ്ങ് പേടിക്കുമെന്നാണോ ശബരിനാഥും കോൺഗ്രസ് ഒക്കെ കരുതുന്നത്? എത്ര നെറികേടാണ് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ കണ്ടത്. 100 സീറ്റിലധികം MLA മാരുമായിട്ട് കേരളം ഭരിക്കാൻ UDF എത്തിയത് മുതൽ നഗരസഭയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നെറികേടുമായിട്ട് രംഗത്തെത്തുന്നതിനെതിരെ ഇവിടെ ആളുകള് ശബ്ദിക്കണ്ടേ? ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനല്ലേ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇപ്പൊ ചെമ്പഴന്തി ഉദയനെതിരെ ഒന്നാം പ്രതിയാക്കിയിട്ട് കേസെടുത്തിരിക്കുന്നു. മലയാളികൾ പൊട്ടന്മാരല്ല, മലയാളികൾക്ക് നന്നായിട്ട് വിവേകമുണ്ട്. കേരള ജനത ഒന്നടങ്കം ഈ വിഷയത്തില് നഗരസഭയിലെ BJPക്കൊപ്പം കൃത്യമായിട്ട് നീതി ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അത് മാത്രമേ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കൂ. കാരണം എന്താ? ഈ UDF അധികാരത്തിലെത്തിയിട്ട് തിണ്ണമിടക്ക് കാട്ടുകയല്ലേ. ഇതുവരെ ഈ പറയുന്ന കോർപ്പറേഷന് ഭരണസ്തംഭനമാണ് എന്നൊക്കെ കോൺഗ്രസ് പറയുന്നത് എത്ര ഊളത്തരമാണ്. കോർപ്പറേഷന്റെ നയാ പൈസ എടുക്കാതെ ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് 5000-ലധികം കുട്ടികളെ ഈ പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ സഹായിച്ചിട്ടില്ലേ? ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കോർപ്പറേഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോർപ്പറേഷന്റെ നേതൃത്വത്തില് ഇവിടെ 5000-ലധികം കുട്ടികളെ സഹായിച്ചോ? CPM-ന്റെ ഗുണ്ടകൾ കൈയടക്കം ചെയ്തിരുന്ന നഗരസഭയുടെ ഓഡിറ്റോറിയങ്ങൾ പിടിച്ചെടുത്തില്ലേ? ഗുണ്ടാ പിരിവ് നിർത്തിയില്ലേ? തെരുവുനായ ശല്യം നിർത്തിയില്ലേ? വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കൽ തുടങ്ങിയില്ലേ? അങ്ങനെ എണ്ണിയാൽ തീരാത്ത എത്ര പദ്ധതികൾ തിരുവനന്തപുരത്ത് നഗരസഭ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഭരണസ്തംഭനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ശബരിനാഥ് തോന്നിവാസവുമായിട്ടല്ലേ നഗരസഭയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിട്ട് തോന്നുന്ന നെറികളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പോലീസ് ശബരിനാഥിനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? തിണ്ണമെടുക്ക് കോൺഗ്രസിന്റെ പോലീസ് നെറികേട് ചെയ്തതല്ലേ ഉദയനെതിരെ കേസെടുത്തു എന്ന് പറയുന്നത്? ഇപ്പൊ LDF രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്തയാ, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ LDF UDF-മായി യോജിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം യോജിക്കും. BJP ഭരണസമിതിക്കെതിരെ UDF-മായി യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് തയ്യാറാണെന്നും SP ദീപക്. ഇപ്പൊ LDF ഈ കഴിഞ്ഞ മണിക്കൂറിലെ വാർത്തയാ. ഇനി ഇവർ ടീം അല്ലെങ്കിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും കൊള്ളക്കും ഇവർ ടീം തന്നെയല്ലേ? ഇതിനൊക്കെ എങ്ങനെയാണ് മേയർ കാത്തിരിക്കുന്നത് എന്ന് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഇവരുടെ അവിശ്വാസ പ്രമേയവും കാത്ത് തന്നെയാ BJP ഇരിക്കുന്നത്.
മേയർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിൻ്റെ അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 20 പേര് ഒപ്പിട്ട ഒരു കത്ത് വെച്ച് കൗൺസിൽ യോഗം വിളിച്ചു കഴിഞ്ഞാൽ മേയർ നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ? ഒന്നുകിൽ എനിക്ക് മുനിസിപ്പൽ ആക്ട് അറിയില്ലെന്ന് പറയും. 20 പേര് ഒപ്പിട്ട ഒരു പെറ്റീഷൻ തന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കണ്ടേ? എന്നിട്ടെന്താ നിങ്ങളെ മാധ്യമപ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചില്ല എന്ന്. ഞാൻ ഇനി പറയാം, ആദ്യം കൊണ്ടുവന്ന കത്തിൽ ഒറ്റ ഒപ്പേ ഉള്ളൂ. മുനിസിപ്പൽ ആക്ട് വല്ലപ്പോഴെങ്കിലും വായിക്കണ്ടേ? ആ ലെറ്റർ ഇവിടെ റിപ്പോർട്ട് അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? 20 ഈ പറയുന്ന കൗൺസിലർമാരുമായിട്ട് വന്നാൽ അവിശ്വാസ പ്രമേയം നടക്കില്ല. അതേപോലെ തന്നെ LDF-നോട് പറയാനുള്ളത്, നിങ്ങളെ 29 പറ്റില്ല, നിങ്ങൾ ടീമായിട്ട് രംഗത്തേക്ക് വരൂ. അത് കേരള ജനത കാണട്ടെ. ഡൽഹിയിൽ മാത്രല്ല, ഞങ്ങൾ ഇവിടെയും കൂട്ടുമുന്നണിയാണ്. കൊള്ളക്കും തട്ടിപ്പനും വെട്ടിപ്പനും. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരെ ഇവിടെ ഒരു തരി മുന്നോട്ട് പോവാത്തത് എന്നൊക്കെ മലയാളികൾ തിരിച്ചറിയട്ടെ. സകല മലയാളികളും സകലതും തിരിച്ചറിയട്ടെ. ഡൽഹിയിൽ മാത്രല്ല, ഞങ്ങൾ കേരളത്തിലും ടീമാണ്. നിങ്ങൾ ടീമായിട്ട് 29ഉം 20 ഒക്കെ ടീമായിട്ട് ഇങ്ങനെ രംഗത്തേക്ക് ഒരു സ്വതന്ത്രനുണ്ടല്ലോ, ഒപ്പം കൂട്ടിയിട്ട് നിങ്ങളുടെ അവിശ്വാസ പ്രമേയമൊക്കെ എവിടെ എത്തും എന്നുള്ളതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് തന്നെയാ BJP കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ മേയർ എടുത്തെടുത്തെടുത്ത് സകല പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയാണോ നിങ്ങളുടെ ഈ ചോപ്പ ഈ പറയുന്ന ഓരോരോ ടീമായിട്ട് വരുന്ന അവിശ്വാസ പ്രമേയം എന്നുള്ളത് വ്യക്തമായിട്ട് മേയർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ BJP-യെ നിങ്ങൾ ഈ കേസൊക്കെ കാട്ടി, ഈ ഉദയനെതിരെ 1-ാം പ്രതിയൊക്കെ ആക്കി കേസൊക്കെ കാട്ടി നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെയോ? അതൊക്കെ നിങ്ങൾക്ക് അങ്ങ് തെറ്റിയെന്നല്ലേ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയുന്നത്? എനിക്ക് അത്ഭുതം തോന്നുന്നത്, ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വാതോരാതെ പറയുന്ന ഒരാള് പോലും, നിരന്തരം ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന ഒരാള് പോലും നമ്മുടെ തലസ്ഥാന നഗരിയിലെ നഗരസഭയിലെ ഭരണത്തെ അട്ടിമറിക്കാന് ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് UDF ഇങ്ങനെ ചാടി വീണ് നിൽക്കുമ്പോഴും ജനാധിപത്യം പറഞ്ഞ് ഇവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ആരുമില്ല. സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. 34 കൗൺസിലർമാർ ഇവർക്ക് ആർക്കില്ല, ഈ LDF-നുമില്ല UDF-നുമില്ല. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? ഭരണ മിടുക്കുക, ഈ തിണ്ണ മിടുക്ക് കാണിക്കുക. സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയണം. ഇവിടെ കേരളം ഒന്ന് UDF ഭരിക്കാനെത്തിയപ്പോഴേക്ക് ഒരു ഭരണത്തെ തന്നെ അങ്ങ് അട്ടിമറിക്കാൻ ശ്രമിക്കും. ഇവരാണ് BJP. അങ്ങനെയാണോ ഇങ്ങനെ BJP എന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടോ? ജനവിധിയെ മാനിച്ചല്ലവർ എല്ലാ സ്റ്റേറ്റിലും മുന്നോട്ട് പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ നോക്കി കോൺഗ്രസ് കൊഞ്ഞനം കുത്തുക. അടുത്ത തവണത്തെ ഈ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ AUD വെച്ചോളൂ. കോൺഗ്രസിനെ എടുക്കാൻ പോലും ആളുണ്ടാവില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.